ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അതും വളരെ ശാന്തമായതും പ്രകൃതി രമണീയമായതും പൊല്യൂഷൻ ഇല്ലാത്തതുമായ ഒരു ഏരിയയിൽ താമസിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ വലിയ ഒരു ആഗ്രഹമാണ്. ഹലോ, നമസ്കാരം. ഞാൻ രമേഷ് പി നായർ. മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്തായി മൂഴിക്കുളം എന്ന ലൊക്കേഷനിലുള്ള റിവർ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രഡീഷണൽ ഹൗസാണ്. വളരെ ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 37 സെൻറ്റ് സ്ഥലത്ത് 3200 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ വീടാണ് ഇത്. ചരിത്ര പ്രസിദ്ധമായ നാലമ്പല ക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രമായ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങുന്നതിനായി ഒരു കടവ് കെട്ടിയിട്ടുണ്ട്. ആ കടവിലാണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. അതിരപ്പിള്ളിയിൽ നിന്നും ഒഴുകി വരുന്ന ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായി ബോട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് എല്ലാം മീൻ പിടിക്കാനും മറ്റ് സർവീസുകൾക്കെല്ലാം വളരെ അനുയോജ്യമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്.
ഈ വീടിൻ്റെ മുൻഭാഗത്തായി വളരെ വിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. പുഴയിലേക്കാണ് ഇതിൻ്റെ എൻഡ് അവസാനിക്കുന്നത്. ഒരു കുളിക്കടവ് അവിടെയുണ്ട്. വളരെ മനോഹരമായി കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ച് വളരെ ഭംഗിയാക്കി വച്ചിട്ടുള്ള ഒരു വീടിൻ്റെ മുൻഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി 2 ഫോൾഡിംഗ് ഗേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നാൽ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ, അതായത് കരിങ്കല്ലാണ് ഇവിടെ പാകിയിരിക്കുന്നത്. ഇതിൻ്റെ ഗേറ്റ് തുടങ്ങി മുൻഭാഗത്തെ എല്ലാ സൈഡിലും കരിങ്കല്ല് പാകി വളരെ ഭംഗിയാക്കി വച്ചിട്ടുണ്ട്. കോമ്പൗണ്ടിന് അകത്തേക്ക് പ്രവേശിച്ചാൽ വലത് സൈഡിലായി ഒരു ഹട്ട് ഇരിക്കുന്നതിനും മറ്റും നിർമ്മിച്ചിട്ടുള്ള വളരെ മനോഹരമാക്കി കോൺക്രീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഹട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്, ഒരു കൂടാരം. ഈ കൂടാരത്തിൻ്റെ ചുറ്റിലും മുളയും മരവും വച്ച് നിർമ്മിച്ചതുപോലെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് കറണ്ടിൻ്റെ കണക്ഷനും പ്ലഗും റീചാർജ് ചെയ്യുന്നതിനും മറ്റും എല്ലാ സംഭവങ്ങളും ഇതിൽ ചെയ്തു വച്ചിട്ടുണ്ട്. 5-6 പേർക്ക് ഇരുന്ന് സംസാരിച്ച് ചായ കുടിച്ചിരുന്ന് വൈകുന്നേരങ്ങളിൽ ടൈം പാസ് ആകുന്നതിനും വളരെ മനോഹരമായ ഒരു ഹട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ചുറ്റിലും നിറയെ മരങ്ങൾ നിൽക്കുന്നതിനാൽ നല്ല കാറ്റും നല്ല തണലുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീട്ടിലേക്ക് പ്രവേശിച്ചാൽ മുൻഭാഗത്ത് നിറയെ കരിങ്കൽ സ്റ്റോൺ വിരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുള്ളതും 5-10 വാഹനങ്ങൾക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു വിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുറ്റത്തിൻ്റെ ഈ ഭാഗത്തായി വളരെ വിശാലമായ ഒരു ഗാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുല്ല് പിടിക്കാതിരിക്കുന്നതിന് പ്ലാസ്റ്റിക് പേപ്പറാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിൽ ഇപ്പോൾ ആരും താമസമില്ലാത്തതിനാലാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടിരിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വളരെ ഐശ്വര്യമായിട്ടുള്ള ഒരു തുളസിത്തറ ഇവിടെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് വലത് സൈഡിലായി ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മുൻഭാഗത്ത് ഇരു സൈഡുകളിലും നിറയെ മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പേര, ജാതി, ആത്ത, ലൂബിക്ക, തെങ്ങ് എന്നീ എല്ലാ വൃക്ഷലതാദികളും, മാവ് നിറയെ പൂത്തു നിൽക്കുന്നുണ്ട്. എല്ലാ വൃക്ഷലതാദികളും അതേമാതിരി തന്നെ ചാമ്പ, സപ്പോട്ട എല്ലാം ഈ കോമ്പൗണ്ടിനകത്തുണ്ട്. ഇവിടെയുള്ള എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും പ്രത്യേകം കെട്ടിത്തിരിച്ച് മരങ്ങൾ നനയ്ക്കുന്നതിന് പ്രത്യേകം ഏരിയ സജ്ജീകരിച്ച് വച്ചിട്ടുണ്ട്. ഇവിടെയായി ഈ ഭാഗത്തായി ഒരു ഡോഗിൻ്റെ പ്രത്യേകം ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പറമ്പ് നനയ്ക്കുന്നതിന് ഇറിഗേഷനിൽ നിന്നും ഒരു മോട്ടോർ കണക്ഷൻ ഇവിടെയുണ്ട്. പറമ്പ് നനയ്ക്കുന്നതിന് ഇലക്ട്രിക് കണക്ഷനും മോട്ടോർ കണക്ഷനുമുണ്ട്. അതിന് പ്രത്യേകം ബില്ലൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. വരൂ. ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വാസ്തുശാസ്ത്ര പ്രകാരമാണ്. ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇതിൻ്റെ ഉടമ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം പണി കഴിപ്പിച്ച ഒരു വീടാണ്. അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഓരോ വർക്കുകളും ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉടമ നിർവഹിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി 2 സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായി വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് കിട്ടുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഇരു സൈഡുകളിലും ചാര് ബെഞ്ചുകൾ പിടിപ്പിച്ച് ഇരിക്കുന്നതിന് വളരെ സൗകര്യപ്രദമാക്കി വച്ചിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ വിശാലമായി നമുക്ക് ഇവിടെ കിട്ടുന്നു. കയറി വരുന്ന ഈ സിറ്റ് ഔട്ടിൽ നിന്നും ഇരുഭാഗത്തേക്കും വളരെ വിശാലമായ ഒരു വരാന്തയാണ് പോകുന്നത്. വരാന്തയുടെ സൈഡുകളിൽ പില്ലറുകൾ സ്ഥാപിച്ച് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു വരാന്ത ചുറ്റിലും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്തായും നല്ലൊരു വരാന്ത നമുക്ക് ലഭിക്കുന്നു. വളരെ വിശാലമായ ഒരു വരാന്തയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നിറയെ പില്ലറുകളാണ് ഈ വീടിൻ്റെ മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി ഇവിടെയായി വലിയ ഒരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ മുൻഭാഗത്തായി ഒരു സൈഡ് ഡോറ് ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിൻ്റെ മുൻഭാഗത്ത് ഒരു മണിച്ചിത്ര താഴുള്ള 2 പാളികളുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ വുഡ് വർക്കുകളും തേക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വീടിന് അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. വളരെ ഭംഗിയുള്ള വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ വീട്ടിലെ എല്ലാ ഫർണിച്ചറുകളും അടക്കമാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ കൊത്തുപണികളിൽ നിർമ്മിച്ചിട്ടുള്ള 2 പില്ലറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇൻവെർട്ടറും മറ്റും വയ്ക്കുന്നതിന് സ്റ്റെയർ കേസിനടിയിൽ കുറച്ച് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് 1ാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. അതിവിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാർഡ്രോബുകളെല്ലാം കൊടുത്ത്, ഡ്രസ്സിംഗ് മിറർ കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു AC ബെഡ്റൂം തന്നെയാണ് ഇത്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിലേക്ക് കടന്നാൽ ചുമരുകളിൽ ടൈൽ വർക്കുകളെല്ലാം ചെയ്ത് വിശാലമാക്കി വെച്ചിട്ടുള്ള ഒരു വാഷ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് മറ്റൊരു ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. വളരെ വിശാലമായ മനോഹരമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്നാണ് ഒരു എൻട്രൻസ്, ഫ്രണ്ടിലെ ഒരു സൈഡിലേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഒരു വലിയ ഒരു വാഷ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് 3ാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഒരു AC എല്ലാം വെച്ച ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം.
നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു വാൾഡ്രോബാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ മനോഹരമായ കിച്ചണിലേക്ക് പ്രവേശിക്കാം. നല്ലൊരു മോഡുലാർ കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഭംഗിയുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് സ്റ്റൗ ഉണ്ട്, ഗ്യാസ് കണക്ഷൻ ഉണ്ട്, കൂടാതെ ഫ്രിഡ്ജുണ്ട്, മറ്റ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. കിച്ചൺ ടോപ്പായി കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. വളരെ ഭംഗിയുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിച്ചനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വിശാലമായ ഒരു സെക്കൻഡ് കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചൺ ടോപ്പായി കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പുകയില്ലാത്ത അടുപ്പും മറ്റും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷിംഗ് മെഷീനും ഈ വീട്ടിനകത്തുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാൻഡ് റെയിലായി കൊടുത്തിരിക്കുന്നത് തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു വുഡ് വർക്കിൽ കൊത്തുപണികളെല്ലാം ചെയ്ത ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. മുകളിലേക്ക് കയറി ചെന്നാൽ ഇവിടെയും നേരെ ഒരു ബെഡ്റൂമിലേക്കാണ് കയറി വരുന്നത്. ഭംഗിയുള്ള വിശാലമായ, വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. AC എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡുണ്ട്, നിറയെ വാൾഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു വാഷ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ബെഡ്റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നാൽ ഇവിടെയാണ് ഒരു ഫ്രണ്ട് ബാൽക്കണി, ഒരു ഓപ്പൺ ടെറസ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വിശാലമായ ഒരു ഓപ്പൺ ടെറസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ ഓപ്പൺ ടെറസിൽ നിന്നാൽ ഈ വീടിൻ്റെ മുറ്റവും റോഡും മതിൽക്കെട്ടും പുഴയുടെ അരികും മറ്റ് അടുത്തുള്ള വീടുകളും മറ്റ് പ്രകൃതിയും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഫ്രണ്ട് ബാൽക്കണി. എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്തായി മൂഴിക്കുളം എന്ന ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 37 സെൻറ്റ് സ്ഥലത്ത് 3200 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കേരള ട്രഡീഷണൽ വീടാണല്ലോ. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു ലിവിംഗ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മനോഹരമായ ഒരു കിച്ചണും ഒരു സെക്കൻഡ് കിച്ചണുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മുകളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലുപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്, ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. കൂടാതെ മുകളിലത്തെ നിലയിൽ വലുപ്പമുള്ള ഒരു ഓപ്പൺ ടെറസുമാണ് കൊടുത്തിട്ടുള്ളത്.
ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 2,50,00,000 രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീടിൻ്റെ ഈ ഭാഗത്തായി ഒരു ഔട്ട് ഹൗസ് കൊടുത്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. 37 സെൻറ്റ് സ്ഥലത്ത് 3200 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ പഴക്കം 15 വർഷം മാത്രമാണ്. നല്ല സ്ട്രോങ്ങോടുകൂടി കെട്ടുറപ്പോടുകൂടി പണി കഴിപ്പിച്ചിട്ടുള്ള, ഉടമ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണിത്. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള കേരള ട്രഡീഷണൽ മോഡലിലുള്ള ഈ സുന്ദര മനോഹരമായ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 2,50,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. കേരള ട്രഡീഷണൽ മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ മനോഹരമായ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളതും പ്രകൃതി രമണീയമായിട്ടുള്ളതുമായ ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകളിൽ നിന്നും പച്ചപ്പിൻ്റെ തുരുത്തുകൾ തേടുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത്. നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിൽ നല്ല അയൽക്കാരോടൊപ്പമുള്ള നിങ്ങളുടെ സ്വപ്ന ഭവനം തേടിയുള്ള ഒരു യാത്രയിലാണോ എങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നഗരഹൃദയത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 37 സെൻറ്റ് സ്ഥലത്ത് 3200 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ കേരള ട്രഡീഷണൽ മോഡലിലുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 2,50,00,000 രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ ഈ പുഴയുടെ തീരത്ത് വന്നിരിക്കാൻ, നല്ല എൻജോയ് ചെയ്ത് ബോട്ട് യാത്ര ചെയ്യുവാൻ വളരെ അനുയോജ്യമായതും എൻജോയ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. നിങ്ങളുടെ സ്വപ്ന ഭവനം തേടിയുള്ള യാത്രയിലാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വീട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ വീടിൻ്റെ വളരെ അടുത്തായി മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിയുടെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്നവരാണോ നിങ്ങൾ? നാട്ടിൽ വരുമ്പോൾ സമാധാനപരമായ ഒരു ഏരിയയിൽ ഒരു വീട് നിങ്ങൾക്കും ആഗ്രഹമില്ലേ എങ്കിൽ ഈ വീട് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് റിസോർട്ട് ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമായ ഒരു സുഖസുന്ദരമായ നല്ല ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. റിസോർട്ടിന് വളരെ അനുയോജ്യമായ ഒരു ഏരിയയാണ് ഈ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയിൽ നിന്നാൽ നമുക്ക് ചൂട് അനുഭവപ്പെടാറില്ല. നല്ല കാറ്റാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 10 കിലോമീറ്ററും, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററും, അങ്കമാലി ടൗണിലേക്ക് 10 കിലോമീറ്ററും, ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്ററും, അതുപോലെ ചെങ്ങമനാട്, മൂഴിക്കുളം ജംഗ്ഷൻ, കുറുമശ്ശേരി, അത്താണി എന്നീ ഏരിയകളെല്ലാം ഈ വീടിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLXിലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.